സ്ഥലമില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കിയ ബെത്ലഹേമിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. നിന്നെ ഒഴിവാക്കാൻ വ്യഗ്രതയുള്ള ഒരു കാലത്ത് നിനക്കിടം തരാൻ കുറവുകളേറെ എനിക്കുണ്ടെങ്കിലും പരിമിതികളേറെ ഉണ്ടെങ്കിലും എൻ്റെ കുറവുകളിലേക്ക്, എൻ്റെ പരിമിതികളിലേക്ക് സ്നേഹപൂർവം ചാഞ്ഞിറങ്ങി വരുന്ന നിന്റെ കാരുണ്യത്തെ കണ്ട് നിന്റെ സ്നേഹത്തിൽ ആശ്രയം വെച്ച് നിനക്കിടമൊരുക്കാൻ എന്നെയും പഠിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ ഹൃദയം നിനക്ക് സിംഹാസനമാകട്ടെ. കർത്താവേ, നീ എന്നെ നിയന്ത്രിക്കുകയും നീ എന്നെ നയിക്കുകയും ചെയ്യട്ടെ. ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പിറക്കുന്ന അനുഭവത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, ചിന്തകളിൽ കർത്താവേ, നീ പിറന്നു വീഴുന്ന അനുഭവം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈശോയിൽ പ്രിയമുള്ളവരെ, നന്മയുടെയും സ്നേഹത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ്. ആഘോഷത്തിന് മാത്രമല്ല, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒത്തൊരുമയുടെയും പങ്കുവെക്കൽ കൂടിയാണ് ക്രിസ്മസ്. വിശുദ്ധ യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഈ ക്രിസ്മസ് രമ്യതയോടെ ഒരു ഹൃദയത്തോടെ ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. ശത്രുതയുടെയും ഭിന്നതകളുടെയും മതിലുകൾ തകർത്ത് സ്നേഹത്തിന്റെ പാലം കെട്ടാൻ നമുക്ക് ശ്രമിക്കാം. രമ്യതപ്പെട്ട ഹൃദയത്തോടെ ഉണ്ണീശോയെ സ്വീകരിക്കാനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വാനിൽ വാനവർ വാഴ്ത്തും സർവശക്തനിതാ, ചെറുതാമി തിരുവോസ്തിയാ, പൊടിയായി തീർന്നിടുമേ നിജം അവനെ നോക്കുവോ, എന്നാൽ നാം അവനെ ഭക്ഷിപ്പോ.